എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ. രാവിലെ തന്നെ നല്ലൊരു കണിയൊക്കെ കണ്ടിട്ടാട്ടോ എഴുന്നേറ്റത്. ഇതായിരുന്നു ഞങ്ങളെ വിഷുക്കണി. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എൻ്റെ ലൈഫിൽ നാട്ടിലില്ലാത്ത രണ്ടാമത്തെ വിഷുവാണത്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അച്ഛൻ എനിക്ക് കൈനീട്ടൊക്കെ തന്നു. പിന്നെ നേരെ സദ്യക്കുള്ള പ്രിപ്പറേഷൻസ് ആയിരുന്നു. സദ്യക്ക് ഞങ്ങൾ സ്പെഷ്യലായിട്ട് അവിയൽ, ഉപ്പേരി, പച്ചടി, ഓലൻ, പപ്പടം, സാമ്പാർ, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടാക്കി. പിന്നെ അതിൻ്റെ കൂടെ ഇപ്രാവശ്യം ഞങ്ങൾ ചിക്കനും ഫിഷും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. സാധാരണ ഞങ്ങൾ വീട്ടിലാണെങ്കിൽ ചിക്കനും ഫിഷൊന്നും ഉണ്ടാക്കാറില്ല. പിന്നെ ഒന്ന് പുറത്തിറങ്ങി മുറ്റത്ത് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. പിന്നെ ഗസ്റ്റായിട്ട് കസിൻ്റെ മകനും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ മുറ്റത്ത് ഞങ്ങളുടെ മൾബറി കാഴ്ച നിൽക്കുന്നുണ്ടായിരുന്നു. നിറയെ മൾബറി ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പൊട്ടിച്ചു. നല്ല നല്ല റെഡ് കളറായിട്ട് നല്ല പഴുത്ത നല്ല മധുരമുള്ള മൾബറി ആയിരുന്നു. അത് കുറച്ച് പൊട്ടിച്ച് കഴിച്ചു. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ലഞ്ച് കഴിക്കാൻ വേണ്ടി ലഞ്ചൊക്കെ സെർവ് ചെയ്തു. ഒരു 5-6 ഐറ്റംസ് ഉണ്ടായിരുന്നു. ചോറ്, സാമ്പാർ, അവിയൽ, ഉപ്പേരി, പപ്പടം, പച്ചടി, കിച്ചടി, അങ്ങനെ വേസ്റ്റ് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം സെർവ് ചെയ്തു കഴിച്ചു. നല്ല സദ്യയായിരുന്നു കേട്ടോ. എനിക്കിഷ്ടമായി. എനിക്ക് ഓണത്തിനും വിഷുവിനൊക്കെ നിറയെ വിഭവങ്ങൾ ഉണ്ടാകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പായസം കുടിച്ചു. ഇവിടെ നിന്ന് പരിപ്പായിരുന്നു. നാട്ടിലൊക്കെ നിങ്ങൾക്കൊക്കെ എന്താ പായസം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ.